ഹലോ ഗായ്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ആക്ച്വലി യെസ്റ്റർഡേ ഇന്നലെ സംഭവിച്ച കാര്യങ്ങളാണ്. അതായത് ഇന്നലെയാണ് ഞാൻ സത്യം പറഞ്ഞ വ്ളോഗ് എടുത്തത്, ഇൻട്രോ എടുക്കാനൊന്നും പറ്റില്ല ഗൈസ്. അപ്പോൾ ചെറിയ ഒരു ദിവസം എങ്ങനെയാണ്, പിന്നെ ഞാൻ ഇതിൽ കൂടുതലായിട്ട് എങ്ങനെയും പോകുന്നത് കുടംപുളി കേട്ടിട്ടുള്ളത്. കുടംപുളി അത് എങ്ങനെയാണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, അതിനൊന്നും നമുക്ക് കാണിച്ചില്ല. അപ്പം ഇന്നലത്തെ വീഡിയോ അതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങളെ ഈ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നത്. അതുകൂടാതെ ആ ഡെയിലി സംഭവിക്കുന്ന ചെറിയ ചെറിയ ബിസിനസ് കാര്യങ്ങൾ കൂടെ നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ കുറെ നാൾക്ക് ശേഷമാണ് നമ്മുടെ താരം താ ഇവിടെ ബ്ലോഗിൽ വരുന്നത് ഗൈസ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് എന്തൊരു പുളിയമ്മ? കുടംപുളി. കുടംപുളി കുടംപുളി ഇത് ഇതിന്റെ പ്രത്യേകതയൊക്കെ ഒന്ന് പറഞ്ഞതാ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും ഉപയോഗിച്ചാൽ ശരീരത്തിന് നല്ലതാണ്. കാര്യം മറ്റേ പുളിയാകുമ്പം നമുക്ക് അസ്ഥിക്കൊക്കെ കാൽമുട്ട് വേദനയൊക്കെ വരണവർക്ക് ഇത് നല്ലതാണ്. ഇത് എല്ലാവർക്കും കഴിക്കാം ഈ പുളി. പിന്നെ എന്തിനെന്ന് വെച്ചാൽ ഇത് ഉണക്കണത്, എല്ലാവരും ഉണക്കണത് പുകച്ചാണ്. പുക കൊടുത്താണ് ഉണക്കണത്. പക്ഷെ ഞാൻ അങ്ങനെ ഉണക്കണില്ല. ഞാൻ ആദ്യം ഉണക്കിയപ്പോ അത് പുകച്ചവ. പിന്നീടായപ്പോ ഞാൻ വെയിൽ കണ്ടേ ഉണക്കും, വെയിലത്ത് ഉണക്കും. അപ്പൊ ആ പുളിക്ക് നമ്മൾ സാധാ പുളി അരയ്ക്കുന്ന ടേസ്റ്റ് തന്നെ വരും. നല്ല ടേസ്റ്റാണ്, നല്ല ചുവപ്പ് കളറായിരിക്കും. ഇരിക്കും തോറും അത് നല്ല കറുപ്പ് കളർ. നമ്മൾ പഴയ മറ്റേ പുളി ഉണക്കണ കണക്ക് തന്നെ. പുത്തൻ പുളി നല്ല ചുവപ്പായിരിക്കും, പഴയ പുളി വരുമ്പോ നല്ല കറുത്ത പുളിയാവും. എന്നാ ചുട്ടി എന്തിനാണ് തറ കിടക്കണെല്ലാം വാങ്ങിയൊക്കെ എടുക്കുന്നത്? നേരം വെളുത്ത് പുളിയുന്നത് തേന കട കഴിക്കണത് കൈ ഇരിക്കുന്ന കേസാണ്ട്. ഇതിങ്ങനെയാണ് ഇളക്കേണ്ട കൈ. ഇതിനകത്തുള്ള വിത്തല്ലേ ഇത്? ഇത് അതിനകത്തുള്ള വിത്ത് അരിയാണ്. പക്ഷെ എല്ലാത്തിലും അരി കാണൂല. എല്ലാരും ഇതെന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ഇത് ഉണക്കിയെടുത്ത് ചമ്മന്തി അരങ്ങി സൂപ്പറാണ്. ഇതിന്റെ അകത്ത് അത് ഞാൻ ഇതിൽ ഉണക്കി വെച്ചിട്ടുണ്ട്. എന്നാ പവിക്കുട്ട കഴിച്ചു 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 ഇത് കഴിച്ചു കഴിച്ചു. അകത്തുള്ള സാധനം അത് ഇതെടുത്തിട്ട് അവസാനം എടുക്കാടി ഒത്ത് പിരിക്ക് കാണിക്കരുത് ചേച്ചി. അവ തിന്നണ കുഴപ്പമില്ലടി. അത് എല്ലാവർക്കും കഴിക്കാം. വയറിനൊക്കെ നല്ലതാണ്. വയറിളക്കം ഇത് തീർക്കോടാ നീ. പേപ്പർ ഇതാണ് ഇച്ചുകുട്ടി വേർതിരിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് ഇതാണ് മെയിൻ കുടംപുളിയായിട്ട് നമ്മൾ എടുക്കുന്ന സാധനം. പക്ഷെ ഇതിന് നമുക്ക് വേണമെങ്കിൽ ചമ്മന്തിയേക്ക് ഒക്കെ നല്ലതാണ് ഉണക്കി. ഇവിടെ ഒരുത്തിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കുറച്ച് ലേറ്റ് ആയിപ്പോയി ഗൈസ്. ഇന്ന് ഞാൻ ഉറക്കമണിക്കാൻ 7:30 മണി. ആദ്യമായിട്ടാണ് എത്രയോ ദിവസത്തിന് ശേഷം 7:30 മണിക്ക് എണീക്കണത്. ഇല്ലെങ്കിൽ ഒരു 5 മണി 4:30 മണിയാകുമ്പോൾ എണീക്കണേ. ഇന്നിവിടെ വന്നപ്പോ ഞാൻ ഉറങ്ങി. ഇപ്പൊ എണീച്ചേ ഉള്ളു. അപ്പോഴത്തേക്ക് പിന്നെ അമ്മ ഒന്ന് വിളിച്ച് നമ്മളെ പരിപാടികളൊക്കെ തുടങ്ങണമെന്നും വെയില് കാണുന്നു. ഇന്നലെ ഫുള്ള് പെരുമഴ ആയിരുന്നല്ല. വെയിലുള്ളത് കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്തേ പറ്റും. ഇത് മൊത്തം കൊണ്ട് ടെറസിന്റെ മണ്ടേ കൊണ്ടുപോയി. ഈ കത്തിയിലെ കറയൊക്കെ എങ്ങനെയാ മാറ്റുന്നത്? കത്തിയിലെ കറ അങ്ങനെ ഇരിക്കുമ്പോ ഇത് അത്രയും അരിയാൻ പറ്റില്ല. അതിനൊന്നും ഇത് മൂർച്ച പോകും. ഒരു പിറ്റത്തി വെച്ചിട്ടുണ്ട്. അത് എടുത്ത് വെച്ചിട്ട് അരി കറ കളയും. ചക്കയിലൊക്കെ എടുക്കണത് നല്ല ടേസ്റ്റാണത്. ഞാൻ നല്ലൊരു ഉണങ്ങിയെന്നും എടുത്ത് ഇവിടെ തിന്നാൻ പറഞ്ഞ് ഉണങ്ങാത്തേന്ന് പച്ചയെടുത്ത് തിന്നാൻ പറഞ്ഞു. പച്ച തിന്നുന്ന റംബുട്ടാന്റെ ഒരു ടേസ്റ്റാണ്. റംബുട്ടാൻ മധുരം മാത്രം, ഇത് പുളിപ്പും കൂടെ, പുളിയും മധുരവും കൂടെ ചേർന്നതാണ്. അല്ലേ പോവായി അതിലേ പോവായി എല്ലാം പറഞ്ഞു വരേണ് കേട്ടാ. ഓരോ വാക്കുകൾ പറഞ്ഞു വരേണ്. മാളും ഇത് വല്ലോ കേട്ടാ? പോ അല്ലേ പോവായി അല്ലേ പോവായി
വായിക്കൂട്ടാ എന്തൊരു പരിപാടി? When we wanna hear the ocean, I think everything we need is right here. And there ain't a palm tree in sight, but there's not a cloud in your blue eyes. If we need a drink, I'll be the bartender. I got a fifth of Patron and a blender. Baby, slipping on a swimsuit is overrated. We don't need a beach to get a half naked life's too short. കൈ മുറിയും അടന്നു പോകും മക്കളെ അങ്ങനെ ചെയ്യുമ്പോൾ. Is wherever we make it. കത്തി വെച്ച് അതിലൊരു ഒരു ആസിഡ് ഉണ്ട്, മനസ്സിലായ Is wherever we പുളിയല്ലേ. ഇവിടെ അതാ ഇത് ചെയ്യുന്നത് റെഡിയാണ്. നമുക്ക് അണ്ടർഗ്രൗണ്ട് വാട്ടർ It's got everything I need. Yeah, the rooms, they're cheap. And if we don't wanna, we don't ever, ever, ever have to leave. ഈ സ്പൂൺ അതിന് വേണ്ടി വെച്ചേക്കുന്നത്. അതിന് വേണ്ടി വെച്ചേക്കുന്നു. അതിന്റെ മൂട് കണ്ട നല്ല പശയാണ്. Your blue eyes, if we need a drink, I'll be the bartender. I got a Patron and a blender, baby. Slipping on a swimsuit is overrated. We don't need a beach to get a half naked. Life's too short, let's not waste it. 'Cause paradise is wherever we make it. Paradise is wherever we make it. ഇന്ന് ഒരുപാട് ലേറ്റ് ആയിപ്പോയി ഗൈസ്. പിന്നെ അമ്മ ഉള്ളതുകൊണ്ട് പിന്നെ എല്ലാം എനിക്കിത് സമാധാനമായിട്ട് എല്ലാം ചെയ്തിട്ട് വരാമല്ലോ. ഇനിയിപ്പോൾ പൈകുട്ടിന് നമുക്ക് ഇത്തിരി അപ്പം ചുട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ അവ അവിടെ നിന്ന് പുളിയെല്ലാം കൂടെ നിന്ന് എല്ലാം എന്തെങ്കിലുമൊക്കെ വരുത്തി വെക്കും. അപ്പൊ പിന്നെ നമുക്ക് അപ്പമൊക്കെ ചുട്ട് കൊടുത്തിട്ട് ബാക്കി പരിപാടി എന്തിനാണ് ഇത് ഇതിൽ നമുക്ക് ടെറസിന്റെ മണ്ടയിലൊക്കെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി അത് ഉണക്കിയൊക്കെ എടുക്കണം. അപ്പൊ അതൊക്കെ നമുക്ക് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കണ്ടുകൊടുക്കാം ഗൈസ്. ആദ്യം നമുക്ക് അപ്പം ചുടാം. ഗായ്സ്, അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് ഫുഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കറികളെല്ലാം വെച്ച് ചോറമ്മ വെച്ചു. കറികൾ എന്തൊക്കെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. സാധാരണ സ്പെഷ്യൽസ് തന്നെയാണ്, എന്നാലും കാണിച്ചു തരാം. പിന്നെ നമുക്ക് അവിയലുണ്ട് കഴിക്കാൻ. അവിയൽ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നല്ല നൊത്തോലി മീൻകറി ഗായ്സ്. നല്ല തക്കാളിയും ഇതൊക്കെ ഇട്ട്. എനിക്ക് നൊത്തോലി ഭയങ്കര ഇഷ്ടമാണ് ഗായ്സ്. ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണേ. നൊത്തോലി, പിന്നെ ഈ തോരൻ വന്നിട്ട് ഇതൊരു ഇലയാണ് നമ്മൾ പറഞ്ഞത്. എന്തൊരു ഇലയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഞാൻ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഒരു പച്ചില തോരൻ, ഒരു ഇലക്കറിയും കൂടെ ഉണ്ട്. പിന്നെ ഞാൻ ഈ പിള്ളേർ ഇടയ്ക്ക് വെച്ചിട്ട് വൈകുന്നേരം വല്ലതും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടി ഇപ്പോഴേ അങ്ങ് ചെയ്തു വെച്ചാൽ പിന്നെ പാടില്ല. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കേസരി ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കേസരിയും കൂടെ ഒന്ന് കാണിച്ചു തരാം. ബാ കണ്ടാ, നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉള്ളത് വെച്ച് ഞാൻ മേക്കപ്പ് ചെയ്ത് തുടങ്ങി പറയാം. അവർ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ഞാൻ അവിടെ കണ്ടില്ല. അമ്മ പിള്ളേരെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും കണ്ടില്ല ഗൈസ്. അമ്മ പിള്ളേരെ ഉറക്കുകയായിരുന്നു. അപ്പം പിന്നെ ശല്യം ചെയ്യണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പോയി ചോദിച്ചില്ല. അതുകൊണ്ട് ഉള്ള നെയ്യും ഇതൊക്കെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയില്ലേ ഒരു കേസരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്സ് ആയാലും പിന്നെ അവരതും കഴിച്ചു. നേരെ പോകാൻ പോകുന്ന ശർക്കര ക്ഷേത്രത്തിലേക്കാണ്. കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ശർക്കര ക്ഷേത്രത്തിലോട്ട് പോകാനായിട്ട് ഞങ്ങളിവിടെ ചിറയൻകീഴ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടോട്ട് പോവാം. ഓക്കെ ഗൈസ്, നമുക്ക് ബാക്കി അങ്ങോട്ട് പറ്റുക. അവള് നന്നായിട്ട് വ്ളോഗ് ചെയ്യാൻ പഠിച്ച ഗൈസ്. അമ്മ അതാ വെയിലത്ത് വെച്ച് ഉണക്കിക്കൊണ്ടുവന്ന സാധനങ്ങളാണ്. ഇതാണ് നമ്മൾ രാവിലെ അരിഞ്ഞില്ലേ, രാവിലെ അരിഞ്ഞ് ആ പുളിയാണ് കേട്ടോ കഴിച്ചത്. അത് വെയിലത്ത് വെച്ച് ഉണക്കിയപ്പോൾ അതാ ഇങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത് ഗൈസ്. ഇതാണ് പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഈ അതിൻ്റെ വിത്തില്ലേ, അതിൻ്റെ അകത്തുള്ള വിത്ത് ഉണങ്ങി വരുമ്പോൾ അത് ഇങ്ങനെ. ഓക്കെ, ആദ്യം നമ്മൾ എങ്ങനെയാണ് ഇടുന്നത് ആ ഒരു ഉണക്കലാണ് ഞാൻ ഇപ്പൊ കാണിച്ചു തരുന്നത്. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന അതിന്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് എങ്ങനെയായിരിക്കും എന്നാണ്. അത് നമുക്ക് നോക്കാം. ഇതാണ് അതിന്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഏകദേശം ഇത്രയും ഉണങ്ങിയിരിക്കും, കണ്ടാ, ഇത്രയും ഉണങ്ങിയിരിക്കും. ഇതാണ് അതിന്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ആ സെക്കൻഡ് സ്റ്റേജിലെ വിത്ത് ഉണങ്ങുമ്പോൾ. ഇത് സത്യം പറഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് 2-3 മോട്ടിച്ചായിരുന്നു സത്യം. എന്ന് വെച്ചാൽ അത് കഴിക്കുമ്പോൾ നല്ല
അല്ല നമ്മളെ ഈ പുളിമുട്ടായി ഈ പുളിഞ്ചിക്കൊക്കെ ഉണക്കിയിട്ട് തിന്നില്ലേ, ആ ഫീലിംഗ് ആണ്. അപ്പൊ ഇത് സെക്കൻഡ് സ്റ്റേജ്. ഇനി ഞാൻ കാണിക്കാൻ പോണ തേർഡ് സ്റ്റേജ് ആണ്. കുറച്ചും കൂടെ ഉണങ്ങി എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. അതിനി കാണാം. ഇതെന്ന് പറയുന്നത് ഇത് നല്ല ഇത്ര നമ്മുടെ ഈ ഒരു ഇങ്ങനെ ഇരിക്കും, ഉണങ്ങുമ്പോ ഇങ്ങനെ ഇരിക്കും ഗൈസ്, കണ്ടാ. ഇതാണ് ഇതിന്റെ തേർഡ് സ്റ്റേജ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന സാധനം. അപ്പൊ ഫസ്റ്റ് ആയി, സെക്കൻഡ് ആയി, തേർഡ് ആയി ഗൈസ്. അപ്പൊ ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നതെന്ന് അറിയാമോ, അതിന്റെ ഫോർത്ത് സ്റ്റേജ് ആണ്. അതായത് ഇതിലെ ആക്ച്വൽ സ്റ്റേജ്. അത് നമ്മൾ ഒരു കുപ്പിയിലിട്ട് വെച്ചാലും ഒരു ഭരണിക്കകത്ത് ഇട്ട് വെച്ചാലും വർഷങ്ങൾ കഴിഞ്ഞാലും അത് എങ്ങനെയായിരിക്കും അതിന്റെ കളർ എന്ന് നമുക്ക് കാണാം. ലിച്ചുകുട്ടി അവിടെ അതും വെച്ചുകൊണ്ട് കൈ നിൽക്കുന്നുണ്ട്. അതിന്റെ കളർ നമുക്ക് നോക്കാം ഗൈസ്. ഇതാണ് കറക്റ്റ് പുളി. നമ്മളെ ലിച്ചുകുട്ടി ഇതും വെച്ചുകൊണ്ട് ഇവിടെ നമ്മൾ റെഡി ആയിട്ട് നിൽക്കേണ്ട ആള്. ഇതാണ് ഇതിന്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ എനിക്ക് ഇത്രയും കറുപ്പായിട്ട് നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന അത് കണക്കിന് ഇതിന്റെ മണവും നല്ല മണമാണ് ഗൈസ്. എൻ്റെ അകത്തുനിന്ന് ഇപ്പോഴും ആ തേൻ ഒലിച്ച് വരണുണ്ട്. ഞാൻ തേനുള്ള ഒരെണ്ണം കാണിച്ചു തരാം. കണ്ടോ, എൻ്റെ അകത്തുനിന്ന് കണ്ട ഗൈസ്, കാണിച്ചപ്പോട്ടെ. ഇതിൻ്റെ അകത്തുനിന്ന് ആ തേൻ ഇങ്ങനെ ഇപ്പോഴും ആ ഒലിച്ച് വരുന്ന ആ ഒരു ഇത് കണ്ട. അങ്ങനെയാണ്. ഇത് മാത്രമല്ല, ഇതിൻ്റെ മണം നല്ല മണവും സൂപ്പർ ടേസ്റ്റാണ് ഗൈസ് ഇതിൻ്റെ മണം. ഇനി ഇതിന്റെ വിത്ത് നമുക്ക് ഉണങ്ങിയത് അമ്മയപ്പം എടുത്തോണ്ടല്ലോ, അതെങ്ങനെയാണെന്ന് കാണിച്ചു. വിത്ത് ഇത് ഇരിക്കും തോറും ഇനിയും കറക്കും, കണ്ടാ ഇതിന്റെ വിത്ത് ഇങ്ങനെ. അപ്പൊ ഈ ഒരു സത്യം പറഞ്ഞാൽ ഈ സ്റ്റേജിൽ നിന്ന് തുടങ്ങണയാണ്. ഈ ഒരു സ്റ്റേജിൽ നിന്നാണ് ഗൈസ് നമ്മുടെ ഈ ഒരു വിത്ത് വരെ ഇങ്ങനെ ആയത്. ഇങ്ങനെ ഇരുന്ന സാധനമാണ് ഇത്രയും കറുകറായത്. നല്ല ഡിഫറൻസ് നോക്കിയാണ് ഗൈസ്, ഇത്രയും ഡിഫറൻസ്. ഇതിന്റെ പിന്നിലാണെങ്കിൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അത്രയും കഷ്ടപ്പെട്ട് നരകിച്ച് പണ്ടാറടങ്ങിയാലാണ് ഇങ്ങനൊരു കളറെങ്കിലും കിട്ടുന്നത്. കാരണം അതുകൊണ്ട് വെയിലത്തിട്ട് ഉണക്കി അത്രയ്ക്ക് അമ്മ കഷ്ടപ്പെടുന്നു. ഷീ ഡിസേർവ്സ് ഇറ്റ്. കാരണം അവര് അതിന്റെ ഒരു പ്രോഫിറ്റ് ഷീ ഡിസേർവ്സ് ഇറ്റ്. മനസ്സിലായി, കഷ്ടപ്പാടല്ല, അതിന്റെ പ്രോഫിറ്റ് അവർ ഡിസേർവ് ചെയ്യുന്നത്. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് സാധാരണ ഈ സംഭവം ഈ മഴ സമയത്ത് ആയതുകൊണ്ട് തന്നെ ആളുകൾ ഈ പുകയില അകത്ത് വെച്ചിട്ടാണ്, അവർ അടിയിൽ കൂടെ വെച്ചിട്ടാണ്, പുക വെച്ചാണ് ആളുകൾ കാരണം മഴയല്ലേ, അപ്പൊ ആരും റിസ്ക് എടുക്കൂല. പക്ഷെ അമ്മ വെയിലത്ത് കൊണ്ടിട്ട് ടെറസിന്റെ മണ്ടേ കയറും ഇറങ്ങും അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ സംഭവം ഇത്രയെങ്കിലും ആയത് ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ അമ്മയുടെ പുളിശേഖരം എന്ന് പറയാൻ ഗൈസ്. അപ്പം ഇത് നമുക്ക് കുട്ടി, നിനക്കിതിൽ ഏത് ടൈപ്പ് കഴിച്ചപ്പോഴാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഞാൻ പറഞ്ഞില്ലേ, ഈ പുളിഞ്ചിക്കൊക്കെ ഉണക്കി വെച്ച ഒരു കറക്റ്റ് ഫീലിംഗ് പറഞ്ഞത് ഈ സംഭവത്തിനാണ് സത്യം പറഞ്ഞത്. അപ്പം അമ്മയാണ് ഇതിന്റെ കഷ്ടപ്പാടിന്റെ ആള്. അവരെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഇത്രയും ഇത്. അപ്പോ ഇതിന്റെ ഓർഡർ വേണം എന്നുള്ളവർ പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഉള്ള സ്റ്റോക്ക് വെച്ചിട്ട് നമ്മള് ഇത് അയച്ചു തരുന്നതായിരിക്കും. ഇതിന്റെ അകത്തൊന്നും തേനുണ്ട്. നമ്മളെ ഈ പുളിക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, കുളപ്പുടംപുളിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കമന്റ് ചെയ്യാം, എന്നെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്റ്റിംഗ് നമ്പർ ഞാൻ ഇതിൽ താഴെ നമ്മൾ പിൻ ചെയ്തിടാം. അപ്പോൾ ഇതിനാർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും. ഉള്ള സ്റ്റോക്ക് നമ്മൾ അയച്ചു തരാം. കാരണം ഒരു പുളിമരേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കുള്ള സ്റ്റോക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊരു വ്യത്യസ്തമായ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ ഓരോന്നും മാക്സിമം ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് എനിക്ക് ഇത് തോന്നി, നിങ്ങൾക്കും തോന്നിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിന്റെ ഇടയിൽ എനിക്ക് ടെറസിന്റെ മണ്ടയിൽ കൊണ്ടുപോയി ഇടുന്ന ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റില്ല. കാരണം പവിക്കുട്ടം ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റി. ഇവിടെ ഇപ്പൊ ഷീറ്റ് എടുത്തുകൊണ്ട് വേറെ വീട്ടിലാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ആ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അതിന് പകരം നമ്മൾ എങ്ങനെയാണ്, ഏതൊക്കെ സ്റ്റേജാണ് ഞാൻ ഇതിൽ കാണിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ മറ്റൊരു വീഡിയോയുമായി ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു ഗൈസ്. Oh, this view of you, it's got everything I need.